അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ ചിത്രങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ കൂട്ടുകാരനായിരുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്ര കഥയാണ്. വളരെയേറെ ചിന്തിക്കേണ്ടതും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതുമായ വലിയ ചരിത്ര സത്യമാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാരംഭമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ സമയത്ത് തന്നെ മക്കയിലേക്ക് തന്റെ പ്രിയ ജ്യേഷ്ഠനാകുന്ന ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയും അവിടെ മക്കയിൽ പോയിട്ട് നബിതങ്ങളെയും അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളെയും പഠിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും മഹാനരാകുന്ന ഉനൈസ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതുപോലെ അവിടുത്തെ അനുചരരെയും അന്ന് ദാറുൽ അർഖമിൽ വളരെയേറെ രഹസ്യമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് നബിതങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ആ നബിതങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പഠിച്ചുകൊണ്ട് തന്റെ പ്രിയ അനിയനോട് പോയിട്ട് പറയുന്നുണ്ട്, ആ പ്രിയപ്പെട്ട പ്രവാചകർ നന്മകൾ മാത്രമാണ് പറയുന്നത്, മക്കാരിമുൽ അഖ്ലാഖാണ് അദ്ദേഹം സംപ്രേഷണം ചെയ്യുന്നത് എന്ന് പറയുകയും, പക്ഷേ അബൂദറുൽ ഗിഫാരി തങ്ങൾ പറഞ്ഞു, എനിക്ക് തൃപ്തിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് തന്റെ സ്വദേശത്ത് നിന്ന് മക്കയിലേക്ക് യാത്രയാകുന്നത്. മക്കയിൽ വന്നുകൊണ്ട് ഒരാളോടും പറയാൻ ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വിശ്വസിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിയോടിക്കുകയും പ്രയാസപ്പെടുത്തുകയും അന്യദേശക്കാരാണോ എന്ന് പരിഗണന പോലും നൽകാതെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് അബൂദർ തങ്ങൾ കടന്നു വന്നത്. അബൂദർ ഗിഫാരി തങ്ങൾ തന്റെ ആഗമനോദ്ദേശം വളരെ രഹസ്യമായി കാത്തു സൂക്ഷിച്ചു. ആ ഇടക്ക് മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ന് മക്കക്കാര് ളിയാഫത്തിൽ അതിഥി സൽക്കാരത്തിൽ വളരെയേറെ പ്രിയങ്കരായിരുന്നു. അതിഥിയായി വന്നിട്ടുള്ള അബൂദർ റളിയല്ലാഹു അൻഹുവിനെ മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഇസ്ലാമിലെ ആദ്യ മെമ്പറല്ലേ അലി റളിയല്ലാഹു അൻഹു കൂട്ടിക്കൊണ്ടുപോവുകയും 3 ദിവസം ഒരു സംസാരം പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല എന്ന് സീറകളിൽ കാണാൻ കഴിയും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ 3 ദിവസത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മടിച്ചുകൊണ്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്നു സത്യമാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം 3 ദിവസം തനിക്ക് വേണ്ട സൽക്കാരങ്ങളെല്ലാം ഒരുക്കി തന്ന അലി റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞു, അദ്ദേഹം റസൂൽ തന്നെയാണ്, സത്യമാണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പുറത്തുനിന്ന് വന്ന ഒരാളായത് കൊണ്ട് എന്റെ കൂടെ വരുന്നത് കണ്ടാൽ ആളുകൾ ചിലപ്പോൾ നിങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കാം, നാളെ രാവിലെ ഞാൻ മുന്നിൽ നടക്കാം, നിങ്ങൾ എൻ്റെ ബാക്കിലായിട്ട് വരണം, എന്തെങ്കിലും അപകടം വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ഷൻ കാണിക്കും, നിങ്ങൾക്ക് വെള്ളം ഒഴുക്കി തരുന്നത് പോലെ ആക്ഷൻ കാണിക്കും, അപ്പോൾ നിങ്ങൾ അവിടുന്ന് മറയണം എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് മഹാനരാകുന്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അബൂദറുൽ ഗിഫാരി തങ്ങളുമായിട്ട് പോവുകയാണ്. അങ്ങനെ നബിതങ്ങളെ കണ്ടുമുട്ടി ആ പരിശുദ്ധമാക്കപ്പെട്ട ദാറുൽ അർഖമിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം സ്വീകരിച്ചു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ മുസ്ലിമീങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക, ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതമല്ല, അതുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, തങ്ങളെ ഞാൻ ഇവിടെ ഈ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, ഇസ്ലാം ഞാൻ മുസ്ലിം ആയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം പരസ്യമാക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് മസ്ജിദുൽ ഹറമിലേക്ക് പോവുകയും ആ സമയത്ത് തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഈ ആളുകൾ നിങ്ങൾ മർദ്ദിക്കും എന്ന് പറഞ്ഞപ്പോൾ അബൂദർ ഗിഫാരി തങ്ങൾ, അതെനിക്ക് വിഷയമല്ല, ഇസ്ലാമിന് വേണ്ടിയിട്ടല്ലേ, റബ്ബിന്റെ ദീനിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുകയും പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ അടുക്കൽ പോയി പരസ്യമായ പ്രബോധനം നടത്തുകയും ആ സമയം തന്നെ കലിബുണ്ട ജനങ്ങൾ മഹാനുഭാവനെ അടിച്ച് നിലത്ത് വീണ് കിടക്കുന്ന ആ മഹാനരാകുന്ന അബൂദർ ഗിഫാരി തങ്ങളെ കണ്ടുകൊണ്ടാണ് മഹാനരാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കടന്നു വന്നിട്ടില്ലെങ്കിലും അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ഓ സഹോദരന്മാരെ, മക്കക്കാരെ, നിങ്ങൾക്ക് അറിയില്ലേ ഇദ്ദേഹം ഒഫാറിൽപ്പെട്ട ആളാണ്, ഒഫാർ ഗോത്രക്കാരനാണ്, നിങ്ങൾ ഷാമിലേക്ക് നിങ്ങളുടെ 2 യാത്രയിൽ പ്രധാനപ്പെട്ട യാത്രയിലെ ഷാമിലേക്കുള്ള യാത്ര, ആ ഷാമിലേക്കുള്ള യാത്ര ചെയ്യുന്ന വഴിയാണ് ഇവരുടെ ഗോത്രമുള്ളത്, അതുകൊണ്ട് ധൈര്യസമേതം ഷാമിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്യരുതെന്ന് പറയുകയും അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന്
പറഞ്ഞ നിർദ്ദേശം പ്രമാണിച്ചുകൊണ്ട് അവർ വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസവും ഇതേ ആവർത്തനം മഹാനുഭാവൻ ചെയ്യുകയും അതേപോലെ ആവർത്തിക്കപ്പെട്ടു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ തന്റെ കുടുംബത്തിലേക്ക് പോയി തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും ഇസ്ലാം സ്വീകരിച്ചു, പ്രിയപ്പെട്ട മാതാവും ഇസ്ലാം സ്വീകരിച്ചു. അന്നത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കാരണം ആ സമുദായത്തിലെ പകുതി ആളുകളും 50% ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോഴാണ് ആ ഗഫാർ ഗോത്രം മുഴുവനായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് സീറയിൽ കാണാൻ കഴിയും. അങ്ങനെ അബൂദർ ഗിഫാരി തങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബിതങ്ങളും സ്വഹാബത്തും പോകുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. അവിടെ മഹാനരാകുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ നബിതങ്ങൾ പോയതിന് കുറെ കഴിഞ്ഞ ശേഷമാണ് പോകുന്നത്. മുസ്ലിമീങ്ങൾക്ക് വളരെ പ്രയാസമുള്ള സമയമായിരുന്നു. അന്ന് പട്ടിണിയിലും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തബൂക്ക് സമയത്താണ് തബൂക്ക് യുദ്ധം സംഭവിക്കുന്നത്. ആ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഒരുക്കുന്ന സമയത്ത് പലർക്കും വാഹനങ്ങളും സാമഗ്രികളും ഇല്ലാത്തത് കൊണ്ട് മദീന പള്ളിയിൽ കളക്ഷൻ നടത്തുകയാണ്. ആ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ പണേഷ് നൽകിയിരുന്നത് മഹാനരാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇരിക്കട്ടെ, ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ അടുത്തുള്ള സർവ്വ സമ്പത്തും കൊണ്ടുവന്ന ചരിത്രം നമ്മളൊക്കെ പലവരും കേട്ടിട്ടുള്ളത്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുൻകടക്കാൻ വേണ്ടി പലതവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ആ ഭാഗത്തുള്ളതാണ്. ഇരിക്കട്ടെ, പിന്നീട് നമുക്ക് പറയാം. ഇരിക്കട്ടെ, അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോയ സമയത്ത് യുദ്ധത്തിന് പോകാൻ കഴിയില്ല. അങ്ങനെ ബാക്കിലായിട്ടാണ് മഹാൻ വരുന്നത്, പിന്തിയിട്ടാണ് വരുന്നത്. വരുന്ന സമയം തനിക്ക് നടക്കാൻ യാത്ര ചെയ്യാനുള്ള വാഹനമില്ലാത്തത് കൊണ്ട് തന്റെ ഭാണ്ഡക്കെട്ടുകളെല്ലാം ചുമലിലേറ്റിയിട്ട് വരുന്ന ഒരു മനുഷ്യനെ ദൂരെ നിന്ന് കണ്ടപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ അബൂദർ, അത് അബൂദറായിരിക്കണം എന്ന് പറയുകയും സ്വഹാബത്ത് അടുത്തെത്തി നോക്കുന്ന സമയത്ത് സന്തോഷത്തോടെ തങ്ങളോട് പോയി പറയുന്നുണ്ട്, തങ്ങളെ, തങ്ങൾ പറഞ്ഞതുപോലെ അത് അബൂദറുൽ ഗിഫാരി തങ്ങളാണ്. അങ്ങനെ സമയത്ത് നിബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത്. തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു അബൂദർ, അബൂദർ തങ്ങൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, അദ്ദേഹം ഏകനായി ജീവിക്കും, ഏകനായി മരിക്കുകയും ചെയ്യും, ഏകനായിട്ട് ആരുമാരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് അദ്ദേഹം പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. ഇതിന് പുലരാൻ വേണ്ടി വർഷങ്ങൾ നീണ്ടുനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് കാലത്ത് മഹാനുഭാവൻ വഫാത്തായ സമയത്തൊക്കെ മദീനയിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഷാമിലേക്ക് പോയി. സിദ്ദീഖ് തങ്ങളുടെ ഭരണകാലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലം കഴിഞ്ഞു. ഈ അബൂദറുൽ ഗിഫാരി തങ്ങൾ എന്നവർ വലിയ സാഹിദായിരുന്നു, പ്രപഞ്ചത്യാഗിയായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു തൗബയിലെ അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. സ്വർണവും വെള്ളിയും ഒക്കെ സക്കാത്ത് വേണ്ടതുപോലെ കൊടുക്കാതെ സൂക്ഷിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നുള്ള ഈ വാദം അബൂദറുൽ ഗിഫാരി തങ്ങൾ പറഞ്ഞിരുന്നത്, ഒരു മനുഷ്യന് ഒരു ദിവസം കിട്ടിയ പണത്തിൽ നിന്ന് അവന്റെ ചെലവെല്ലാം കഴിച്ച് ബാക്കിയുള്ള ധർമ്മം കൊടുക്കണം എന്ന വാദമായിരുന്നു അബൂദർ തങ്ങൾക്കുണ്ടായിരുന്നത്. ഈ വാദമനുസരിച്ച് മഹാനരാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ വാദം പ്രഖ്യാപിക്കുകയും ഇതിനു വേണ്ടിയുള്ള ആളുകളെ കോപ്പുകൂട്ടുകയും ചെയ്തപ്പോഴാണ് മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഷാമിലെ ഗവർണറായിരുന്നു. ഈ ഷാമിലെ ഗവർണറാകുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ വിഷയം എത്തിയപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഇദ്ദേഹം മഹാനരാകുന്ന അബൂദറുൽ ഗിഫാരി തങ്ങൾ തന്റെ തെളിവുകൾ ഉന്നയിച്ച് പറഞ്ഞപ്പോൾ ഇത് അമീറുൽ മുഅ്മിനീനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അരികിലേക്ക് എത്തുകയും അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്ന അമീർ അന്ന് തിരിച്ചു വിളിക്കുകയും നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറയുകയും മദീനയിലേക്ക് എത്തിയിട്ട് തന്റെ വാദഗതികൾ പരിശോധിക്കുകയും അത് ശരിയാണ്, അദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ജീവിത ചര്യയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ സാമ്പത്തികമായ നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ വാദം നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ശരിയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ആരുമാരുമില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. അങ്ങനെ അദ്ദേഹം
ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, എങ്കിൽ ഞാൻ ആരുമില്ലാത്ത സ്ഥലം റബദയിലേക്ക് ഞാൻ പോകാം, നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ അദ്ദേഹം വന്ന് റബദയിൽ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട ഭാര്യയോടും തന്റെ ദാസനോടും പറഞ്ഞിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് അവസാനം നിങ്ങൾ വഴിയിൽ വെക്കണം. ആ വഴിയിൽ വെച്ചിട്ട് ആദ്യമായി ആ വഴിയിലൂടെ കടന്നു വരുന്ന സംഘത്തോട് നിങ്ങൾ പറയണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ കൂട്ടുകാരനാകുന്ന അബൂദറുൽ ഗിഫാരിയുടെ മയ്യത്താണ്, ഇത് മറമാടാൻ നിങ്ങൾ സഹായിക്കണം, നിസ്കരിക്കാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് പറയണം എന്നുള്ള വസിയത്ത് നടത്തുകയും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീനയെ തൊട്ട് മൈലുകൾക്കപ്പുറത്തുള്ള സ്ഥലമാണ് ഈ റബദ എന്ന് പറയുന്നത്. വളരെ മരുഭൂമിയിലൂടെ ഒറ്റപ്പെട്ട സഞ്ചാരികൾ മാത്രം നടന്നു പോകുന്ന വഴിയാണ്. ആ ഇടയ്ക്കാണ് അന്ന് രാത്രി, വഫാത്തായ രാത്രി നിർദ്ദേശിക്കപ്പെട്ടതുപോലെ അബൂദർ തങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് ഭാര്യയും അതുപോലെ തന്നെ അവിടുത്തെ ദാസനും ആ വഴിയിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് മഹാനരാകുന്ന അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളും സംഘബന്ധിലൂടെ കടന്നു പോവുകയാണ്. അവിടെ നിന്ന് ഭാര്യ നിർദ്ദേശിച്ചു, ഇത് നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന അബൂദർ തങ്ങളാണ്, നിങ്ങളോട് ഈ മയ്യത്ത് മറമാടാനും നിസ്കരിക്കുവാനും സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വസിയത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ നെട്ടിപ്പോയിട്ട് പറഞ്ഞു, ഹബീബ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയം ഒറ്റപ്പെട്ട് നടന്നു വരുന്ന കണ്ടപ്പോൾ അബൂദർ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്കായിരിക്കും ജീവിക്കുക, അത് സത്യമായി പുലർന്നിരിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് ആയിരിക്കും ഇദ്ദേഹം മരിക്കുക, അതും പുലർന്നു കഴിഞ്ഞു. ഇനി ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം പുനർജീവിക്കപ്പെടുകയും തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനരാകുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ കണ്ണീരോടുകൂടെ സംഭവം ഓർക്കുന്നതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ മുൻകൂട്ടി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായതായിട്ട് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കാണാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെ പറയുന്നത് കൊണ്ട്, അവരുടെ ജീവിത ചരിത്രം ഓർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈമാനിലും നമ്മുടെ അമലുകളിലും ഇഖ്ലാസും വർധനവും നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.